നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചാപ്റ്റർ 8 സോളിഡ്സ് ആണ്. കേരള സിലബസ് 10th മാത്സിലെ ചാപ്റ്റർ 8 സോളിഡ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം. സോ നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം. ചാപ്റ്റർ 8 സോളിഡ്സ് അഥവാ ഘനരൂപങ്ങൾ. സോ ആക്ച്വലി സോളിഡ്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ജോമെട്രിയിൽ ഒരു ഷേപ്പിനോ ഫിഗറിനോ 3 ഡയമെൻഷൻസ് എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിന് സോളിഡ് എന്ന് പറയും. സോ ഒരു ഷേപ്പിനോ ഫിഗറിനോ 3 ഡയമെൻഷൻസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ സോളിഡ്സ് എന്ന് വിളിക്കും. സോ ആക്ച്വലി 3 ഡയമെൻഷൻസ് എന്തൊക്കെയാണ്? അതിൽ ലെങ്ത് ഉണ്ടാവണം, ബ്രെഡ്ത്ത്, ഹൈറ്റ്. ഈ 3 ഡയമെൻഷനും എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ഷേപ്പോ ഫിഗറോ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ സോളിഡ്സ് എന്ന് വിളിക്കും. സോ ആക്ച്വലി സോളിഡ്സിൻ്റെ എക്സാമ്പിൾ എന്തൊക്കെയാണ്? സോളിഡ്സിൻ്റെ എക്സാമ്പിൾ ആണ് ക്യൂബ്, ക്യൂബോയിഡ്, പിരമിഡ്. ഇതൊക്കെ സോളിഡ്സിൻ്റെ എക്സാമ്പിളാണ്. സോ നമ്മളിവിടെ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സോളിഡ് എന്ന് പറയുന്നത് പിരമിഡാണ്. സോ നമുക്ക് ഈ പിരമിഡ് എന്താന്ന് നോക്കാം. സോ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്ക്വയർ പിരമിഡാണ്, അഥവാ സമചതുര സ്തൂപിക. സോ ഇതാണ് ഒരു സ്ക്വയർ പിരമിഡ്. ഈ സ്ക്വയർ പിരമിഡിന്റെ സ്പെഷ്യാലിറ്റി എന്തൊക്കെയാണ്? അതിന്റെ ബേസ് എന്ന് പറയുന്നത് ഒരു സ്ക്വയർ ആയിരിക്കണം. ആൻഡ് ഓൾസോ ഇവിടെ ബേസ് ചേഞ്ച് ആയിട്ട് റെക്റ്റാങ്കിൾ ആയാലും അപ്പോൾ നമ്മൾ ഈ പിരമിഡിനെ എന്ത് പറയും? റെക്റ്റാങ്കുലർ പിരമിഡ് എന്ന് പറയും. സോ ഇവിടെ ബേസ് ചേഞ്ച് ആവുന്നതിനനുസരിച്ച് പിരമിഡിന്റെ പേരും മാറും. സോ നമ്മൾ ഈ സ്ക്വയർ പിരമിഡ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ 4 ട്രയാങ്കിൾസ് ഉണ്ട് അല്ലേ? 4 ട്രയാങ്കിൾസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ ബേസിൽ ഒരു സ്ക്വയറും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ ഈ പോയിന്റിനെ, ഈ പിരമിഡിന്റെ ഈ പോയിന്റ് നമ്മൾ എന്താ വിളിക്കുന്നത്? എപെക്സ് അഥവാ ശീർഷം. ഈ നമ്മൾ ഈ ബേസിലുള്ള ഈ എഡ്ജസിനെ നമ്മൾ എന്താ പറയുന്നത്? പാദവക്കുകൾ എന്നാണ് പറയുന്നത്. ബേസിലുള്ള ഈ എഡ്ജസിനെ നമ്മൾ പാദവക്കുകൾ എന്ന് പറയും. ഇനി ട്രയാങ്കിളിന്റെ എല്ലാ എഡ്ജസിനും നമ്മൾ എന്താ പറയുന്നത്? ലാറ്ററൽ എഡ്ജസ് എന്നാ പറയുന്നത്, അഥവാ പാർശ്വവക്കുകൾ. ട്രയാങ്കിൾസിന്റെ എഡ്ജസിനെ നമ്മൾ ലാറ്ററൽ എഡ്ജ് അഥവാ പാർശ്വവക്കുകൾ എന്നാണ് പറയുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് കൺസിഡർ ചെയ്യാൻ പോകുന്ന ഫിഗർ എന്ന് പറയുന്നത് ഈ പിരമിഡിന്റെ ഫിഗറിനെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ടുള്ള ഫിഗറിനെയാണ് നമ്മൾ നെക്സ്റ്റ് കൺസിഡർ ചെയ്യാൻ പോകുന്നത്. സോ ഈ കേസിൽ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ 4 ട്രയാങ്കിൾ കാണാം. ആൻഡ് ഓൾസോ സെന്ററിൽ ഒരു സ്ക്വയറും ഉണ്ട്. സോ ഈ കേസിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ ട്രയാങ്കിളിന്റെ ഈ ഫേസിനെ നമ്മൾ എന്താ പറയുന്നത്? ലാറ്ററൽ ഫേസ് എന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് ഒരു സ്ലാൻഡ് ഹൈറ്റ് ആണ്. സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വലി ഈ സ്ക്വയറിന്റെ ബേസ് നിന്ന് എപെക്സിലേക്കുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറയുന്നത്. സ്ക്വയറിന്റെ ബേസ് നിന്ന് എപെക്സിലേക്ക് അഥവാ ശീർഷത്തിലേക്കുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ എന്ത് പറയുന്നത്? സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറയുന്നത്. സോ നമ്മളിവിടെ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്? നമ്മളൊരു സ്ക്വയർ പിരമിഡ് ഡിസ്കസ് ചെയ്തു. ആൻഡ് ഓൾസോ അതിനൊരു സ്ക്വയർ ബേസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ സ്ക്വയർ ബേസിന്റെ എഡ്ജസിനെ പാദവക്കുകൾ എന്ന് പറയും. ആൻഡ് ഓൾസോ ട്രയാങ്കിളിന്റെ എഡ്ജസിനെ നമ്മൾ എന്താ പറയുന്നത്? ലാറ്ററൽ എഡ്ജ് എന്ന് പറയും, അഥവാ പാർശ്വവക്കുകൾ. പിന്നെ ഇവിടെ ഈ പോയിന്റിൽ നമ്മൾ എന്താ പറയുന്നത്? എപെക്സ് അല്ലെങ്കിൽ ശീർഷം എന്ന് പറയും. സോ ഇതിന് ഓപ്പൺ ചെയ്തിട്ടുള്ള ഫിഗർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ എന്തൊക്കെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്? ട്രയാങ്കിളിന്റെ എല്ലാ ഫേസസിനെയും നമ്മൾ എന്ത് പറയും? ലാറ്ററൽ ഫേസ് എന്ന് പറയും. ആൻഡ് ഓൾസോ സ്ക്വയറിന്റെ ബേസിന് ട്രയാങ്കിളിന്റെ എപെക്സിലേക്കുള്ള ഡിസ്റ്റൻസിന് നമ്മൾ എന്താ പറയുന്നത്? സ്ലാൻഡ് ആയിട്ട് എന്ന് പറയും. ഇനി നമുക്ക് ഇവിടെയുള്ള ട്രയാങ്കിളിനെ നോക്കുകയാണെങ്കിൽ ഈ എല്ലാ ട്രയാങ്കിളും, ഈ 4 ട്രയാങ്കിൾ എന്ന് പറയുന്ന ഐസോസിലസ് ട്രയാങ്കിൾ ആയിരിക്കും. ഐസോസിലസ് ട്രയാങ്കിളിന്റെ സ്പെഷ്യാലിറ്റി എന്താണ്? ഇതിന്റെ 2 സൈഡ്സും, ഒരു ട്രയാങ്കിളിന്റെ 2 സൈഡ്സും ഈക്വൽ ആണെങ്കിൽ നമ്മൾ അതിനെ ഐസോസിലസ് ട്രയാങ്കിൾ എന്ന് വിളിക്കും. സോ ഇതൊക്കെയാണ് എന്ത്? സ്ക്വയർ പിരമിഡ്. ഇനി നമുക്ക് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് നോക്കാം. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ? Find the surface area of a square pyramid of base edge is equal to 10 cm and lateral edge is equal to 13 cm. സോ ഇവിടെ എന്താണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്? ഒരു സ്ക്വയർ പിരമിഡ് ഉണ്ട്, അതിന്റെ സർഫസ് ഏരിയ നമുക്ക് കാണണം. അതിന്റെ ബേസ് എഡ്ജ് അഥവാ പാദവക്കുകൾ എന്ന് പറയുന്നത് 10 സെന്റിമീറ്റർ ആണ് തന്നിട്ടുള്ളത്. ആൻഡ് ഓൾസോ ലാറ്ററൽ എഡ്ജ് അഥവാ പാർശ്വവക്കുകൾ എന്ന് പറയുന്നത് 13 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ സർഫസ് ഏരിയ ആണ് നമുക്ക് കാണേണ്ടത്. സോ നമുക്ക് ഈ കേസിൽ ഈ സ്ക്വയർ പിരമിഡിന്റെ ടോട്ടൽ സർഫസ് ഏരിയ കാണണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ അത് കണ്ടുപിടിക്കുക? നമ്മൾ ഏതിൻ്റെയൊക്കെ ഏരിയ കണ്ടുപിടിക്കണം? നമുക്കറിയാം ഇവിടെ ഒരു സ്ക്വയറും ഉണ്ട്, പിന്നെ 4 ട്രയാങ്കിൾസും ഉണ്ട്. സോ ഈ സ്ക്വയറിന്റെ ഏരിയ നമ്മൾ കണ്ടുപിടിക്കണം. ആൻഡ് ഓൾസോ ഈ ട്രയാങ്കിൾസിന്റെ ഏരിയ നമ്മൾ കണ്ടുപിടിക്കണം. സോ സ്ക്വയറിന്റെ ഏരിയ നമുക്ക് ഫസ്റ്റ് കാണാം. ഏരിയ ഓഫ് എ സ്ക്വയർ എന്താണ്? ഏരിയ ഓഫ് എ സ്ക്വയർ. ഏരിയ ഓഫ് എ സ്ക്വയർ എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്കറിയാം എ സ്ക്വയർ ആണ്. സോ നമുക്കിവിടെ അറിയാം. സോ നമുക്കിവിടെ ഓൾറെഡി തന്നിട്ടുണ്ട് ബേസ് എഡ്ജ് ഇസ് ഈക്വൽ ടു 10 സെന്റിമീറ്റർ. ദാറ്റ് മീൻസ് സ്ക്വയറിന്റെ ഓരോ എഡ്ജും 10 സെന്റിമീറ്റർ ആണ്. സോ ദാറ്റ് ഈസ് 10 സെന്റിമീറ്റർ ഹോൾ സ്ക്വയർ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? 100
സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടി. ഏരിയ ഓഫ് എ സ്ക്വയർ നമുക്ക് 100 സെന്റിമീറ്റർ സ്ക്വയർ ആണെന്ന് കിട്ടി. ഇനി നമുക്ക് എന്താ കാണേണ്ടത്? നെക്സ്റ്റ് ഈ ട്രയാങ്കിൾസിന്റെ ഏരിയ കാണണം. നമുക്കിവിടെ ഓൾറെഡി അറിയാം ഈ ട്രയാങ്കിൾസ് എന്ന് പറയുന്നത് ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. ആൻഡ് ഓൾസോ നമുക്കിവിടെ ലാറ്ററൽ എഡ്ജ് എന്ന് പറയുന്നത് 13 സെന്റിമീറ്റർ അഥവാ പാർശ്വവക്കുകൾ എന്ന് പറയുന്നത് 13 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ഇത് ഐസോസെലസ് ട്രയാങ്കിൾ ആയതുകൊണ്ട് തന്നെ ഈ എഡ്ജും 13 സെന്റിമീറ്റർ ആയിരിക്കില്ലേ? കാരണം ഐസോസെലസ് ട്രയാങ്കിൾ ആകുമ്പോൾ രണ്ട് സൈഡ്സും ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് 13, ഈ ലാറ്ററൽ എഡ്ജ് 13 സെന്റിമീറ്റർ ആണെങ്കിൽ ഈ ലാറ്ററൽ എഡ്ജും 13 സെന്റിമീറ്റർ ആയിരിക്കും. ആൻഡ് ഓൾസോ നമുക്കറിയാം ഈ ബേസ് എന്ന് പറയുന്നത് 10 സെന്റിമീറ്റർ ആണ്. ഇനി നമുക്കറിയാം ഏരിയ ഓഫ് എ ട്രയാങ്കിൾ എന്ന് പറയുന്നത് 1/2 ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. ഇവിടെ ബേസ് നമുക്ക് 10 സെന്റിമീറ്റർ ആണ്. ഹൈറ്റ് എന്താണ്? നമ്മൾ ഹൈറ്റ് എങ്ങനെ കണ്ടുപിടിക്കും? ഈ ബേസ് നിന്ന് ഈ എപ്പെക്സിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മുടെ ഹൈറ്റ്. എന്തിന്റെ ഹൈറ്റ്? ഈ ലാറ്ററൽ ഫേസിന്റെ, ദാറ്റ് മീൻസ് ഈ ട്രയാങ്കിളിന്റെ ഹൈറ്റ് ആണ് എന്ത്? ബേസ് നിന്ന് എപ്പെക്സിലേക്കുള്ള ഡിസ്റ്റൻസ്. അതിനെ നമ്മൾ സ്ലാൻഡ് ഹൈറ്റ് എന്ന് വിളിക്കും. സോ നമ്മൾ ഈ സ്ലാൻഡ് ഹൈറ്റിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ എന്താ യൂസ് ചെയ്യാൻ പോകുന്നത്? പൈത്തഗോറസ് തിയറം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സ്ലാൻഡ് ഹൈറ്റിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. സോ ഇവിടെ 13 സെന്റിമീറ്റർ ആണ്. അപ്പം ഈ വാല്യൂ എന്താണ്? ഈ ഹോൾ വാല്യൂ 10 ആണെങ്കിൽ ഈ വാല്യൂ എന്തായിരിക്കും? 10/2 is equal to 5 സെന്റിമീറ്റർ ആയിരിക്കില്ലേ? സോ ഈ ഹോൾ വാല്യൂ 10 ആണെങ്കിൽ 10/2 is equal to 5 സെന്റിമീറ്റർ ആയിരിക്കും എന്ത്? ഇത്. ആൻഡ് ഓൾസോ ഇത് എന്ന് പറയുന്നത് എന്താണ്? 13 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണ് നമ്മൾ ഈ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കും? പൈത്തഗോറസ് തിയറം വെച്ച് നമുക്കറിയാം altitude square is equal to hypotenuse square minus base square ആണ്. എന്താണ്? altitude square is equal to hypotenuse square minus base square ആണ്. സോ ഈ കേസിൽ നമ്മൾ ഈ ട്രയാങ്കിൾ ഒരു എ ബി സി എന്ന് വാല്യൂ കൊടുക്കുകയാണെങ്കിൽ എ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്താണ്? എ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സി സ്ക്വയർ മൈനസ് ബി സി സ്ക്വയർ ആണ്. എ സി സ്ക്വയർ മൈനസ് ബി സി സ്ക്വയർ ആണ്. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു എന്താവും? ഇവിടെ എ സി സ്ക്വയർ എന്താണ്? 13 സെന്റിമീറ്റർ ഹോൾ സ്ക്വയർ മൈനസ് ബി സി സ്ക്വയർ എന്താണ്? 5 സെന്റിമീറ്റർ ഹോൾ സ്ക്വയർ. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു എന്താണ്? 13 സെന്റിമീറ്റർ സ്ക്വയർ ഇസ് ഈക്വൽ ടു 169 സെന്റിമീറ്റർ സ്ക്വയർ മൈനസ് 5 സെന്റിമീറ്റർ സ്ക്വയർ ഇസ് ഈക്വൽ ടു 25 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടി. സോ 169 സെന്റിമീറ്റർ സ്ക്വയർ മൈനസ് 25 സെന്റിമീറ്റർ സ്ക്വയർ എത്രയാണ്? 144 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടി. സോ എ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 144 സെന്റിമീറ്റർ സ്ക്വയർ കിട്ടി. അങ്ങനെയാണെങ്കിൽ എ ബി എന്തായിരിക്കും? വിച്ച് ഇംപ്ലൈസ് എ ബി ഇസ് ഈക്വൽ ടു 12 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും. സോ നമുക്കിവിടെ എ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 144 സെന്റിമീറ്റർ സ്ക്വയർ ആണെങ്കിൽ എ ബി ഇസ് ഈക്വൽ ടു 12 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടി. സോ നമുക്കിനി നെക്സ്റ്റ് ഏരിയ ഓഫ് എ ട്രയാങ്കിൾ കാണാം. നമുക്കിവിടെ നമ്മൾ ആക്ച്വലി ഇത് എന്തിനാണ് നമ്മളിവിടെ കണ്ടുപിടിച്ചത്? നമുക്ക് ഈ ഹൈറ്റ്, ട്രയാങ്കിളിന്റെ ഹൈറ്റ് നമുക്ക് അറിയില്ല. സോ ഹൈറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ പൈത്തഗോറസ് തിയറം യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ എ ബിന്റെ വാല്യൂ എന്ന് പറയുന്നത് 12 ആണെന്ന് കണ്ടെത്തി. ഇനി നമുക്ക് നെക്സ്റ്റ് ഈ ട്രയാങ്കിളിന്റെ ഏരിയ കാണണം. ട്രയാങ്കിളിന്റെ ഏരിയ കാണാനുള്ള ഫോർമുല എന്താണ്? 1/2 ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. സോ നമുക്ക് നെക്സ്റ്റിന് അത് കാണാം. സോ നമുക്ക് നെക്സ്റ്റ് ഏരിയ ഓഫ് എ ട്രയാങ്കിൾ കാണാം. ഏരിയ ഓഫ് ട്രയാങ്കിളിന്റെ ഫോർമുല എന്താണ്? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. സോ നമ്മളുടെ ബേസിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു, ഹൈറ്റിന്റെ വാല്യൂ കണ്ടുപിടിച്ചു. സോ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ബേസിന്റെ വാല്യൂ എന്താണ്? 10ഉം ഹൈറ്റിന്റെ വാല്യൂ എന്താണ്? 12ഉം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു 10 സെന്റിമീറ്റർ ഇൻറ്റു ഹൈറ്റ് എത്രയാണ്? 12 സെന്റിമീറ്റർ എന്ന് കിട്ടി. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? ക്യാൻസൽ ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് 60 സെന്റിമീറ്റർ സ്ക്വയർ നമുക്ക് ഏരിയ ഓഫ് ട്രയാങ്കിൾ കിട്ടി. സോ നമുക്കിവിടെ ഏരിയ ഓഫ് സ്ക്വയറും കിട്ടി, ഏരിയ ഓഫ് ട്രയാങ്കിളും കിട്ടി. പക്ഷെ നമുക്കിവിടെ എന്താ കണ്ടുപിടിക്കേണ്ടത്? സർഫസ് ഏരിയ അല്ലേ കണ്ടത്. സോ സർഫസ് ഏരിയ ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് എ സ്ക്വയർ പ്ലസ് ഏരിയ ഓഫ് എ ട്രയാങ്കിൾ. നമുക്കറിയാം നമ്മുടെ ബേസിൽ ഒരൊറ്റ സ്ക്വയറേ ഉള്ളൂ. പക്ഷെ നമുക്ക് ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ ഇവിടെ 4 ട്രയാങ്കിൾസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ഏരിയ ഓഫ് എ ട്രയാങ്കിൾ എന്ന് പറയുന്ന ഒറ്റ ട്രയാങ്കിൾ ആണ് നമുക്ക് എന്ത് കിട്ടിയത്? 60 സെന്റിമീറ്റർ സ്ക്വയർ എന്ന്. അങ്ങനെയാണെങ്കിൽ 4 ട്രയാങ്കിൾ ആകുമ്പോഴോ 4 ഇൻറ്റു 60 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് ചെയ്യണ്ടേ? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് എ സ്ക്വയർ, സർഫസ് ഏരിയ പറയുന്നത് ഏരിയ ഓഫ് എ സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു
ഏരിയ ഓഫ് എ ട്രയാങ്കിൾ. ഏരിയ ഓഫ് എ ട്രയാങ്കിൾ. സോ ഇതെന്താണ്? സോ ഇതാണ് എന്ത്? സർഫസ് ഏരിയ ഓഫ് എ സ്ക്വയർ പിരമിഡ് കാണണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഏരിയ ഓഫ് എ സ്ക്വയർ കാണണം പ്ലസ് 4 ഇൻറ്റു ഏരിയ ഓഫ് എ ട്രയാങ്കിളും ചെയ്യണം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്കറിയാം ഏരിയ ഓഫ് എ സ്ക്വയർ എന്ന് പറയുന്നത് 100 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. 100 സെന്റിമീറ്റർ സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു ഏരിയ ഓഫ് എ ട്രയാങ്കിൾ. 4 ഇൻറ്റു ഏരിയ ഓഫ് എ ട്രയാങ്കിൾ എന്താണ്? 4 ഇൻറ്റു 60 സെന്റിമീറ്റർ സ്ക്വയർ. So that is equal to 100 centimeter square plus 4 into 60 എന്ന് പറയുമ്പോൾ 240 centimeter square എന്ന് കിട്ടി. So that is equal to 340 centimeter square. So നമുക്ക് സർഫസ് ഏരിയ ഓഫ് സ്ക്വയർ പിരമിഡ് എന്ത് കിട്ടി? 340 centimeter square എന്ന് കിട്ടി. നമുക്ക് ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? A toy is in the shape of a square pyramid of base edge is equal to 16 centimeter and slant height is equal to 10 centimeter. What is the total cost of painting 500 such toys at 80 rupees per square meter? സോ ഒരു ടോയ് ഉണ്ട്. ആ ടോയിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഒരു സ്ക്വയർ പിരമിഡിൻ്റെ ഷേപ്പിലാണ് ആ ടോയ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സ്ക്വയർ പിരമിഡിൻ്റെ ബേസ് എഡ്ജ് പാദവക്കുകൾ എന്ന് പറയുന്നത് 16 സെൻറ്റിമീറ്റർ ആണ്. ആൻഡ് സ്ലാൻഡ് ഹൈറ്റ് ദാറ്റ് മീൻസ് ചരിവ് ഉയരം എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്ററും ആണ്. അങ്ങനെയാണ് നമുക്കിവിടെ എന്താ കണ്ടുപിടിക്കേണ്ടത്? വാട്ട് ഈസ് ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് പെയിന്റിംഗ് 500 സച്ച് ടോയ്സ് അറ്റ് 80 rupees per square meter? നമുക്ക് അങ്ങനത്തെ 500 സച്ച് ടോയ്സിനെ പെയിന്റ് ചെയ്യാൻ എത്ര പൈസയാവും നമ്മളിവിടെ കണ്ടുപിടിക്കണം. വാട്ട് ഈസ് ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് പെയിന്റിംഗ് 500 സച്ച് ടോയ്സ് അറ്റ് 80 rupees per square meter? ഓരോ മീറ്റർ സ്ക്വയറിനും 80 rupees ആണെങ്കിൽ നമുക്ക് 500 ടോയ്സിനെ പെയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര പൈസയാവും എന്നാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്കിവിടെ ഫസ്റ്റ് അത് കണ്ടുപിടിക്കാം. സോ നമുക്കിവിടെ ടോട്ടൽ കോസ്റ്റ് കാണണമല്ലേ? ആ ടോട്ടൽ കോസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കണ്ടുപിടിക്കണം? ഫസ്റ്റ് തന്നെ നമുക്ക് ഈ സ്ക്വയർ പിരമിഡിൻ്റെ സർഫസ് ഏരിയ കണ്ടുപിടിക്കണം. സ്ക്വയർ പിരമിഡിൻ്റെ സർഫസ് ഏരിയ കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കണം നമുക്ക് എന്തൊക്കെ കാണണം? സ്ക്വയറിൻ്റെ ഏരിയ കാണണം ആൻഡ് ഓൾസോ ട്രയാങ്കിളിൻ്റെ ഏരിയ കാണണം. സോ നമുക്ക് ഫസ്റ്റ് ഏരിയ ഓഫ് എ സ്ക്വയർ കാണാം. ഏരിയ ഓഫ് എ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ ആണ്. ആൻഡ് ഓൾസോ നമുക്കിവിടെ തന്നിട്ടുണ്ട് ബേസ് എഡ്ജ്. ദാറ്റ് മീൻസ് സോ നമുക്കിവിടെ ബേസ് എഡ്ജ് 16 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. സോ ഏരിയ ഓഫ് എ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? 16 സെന്റിമീറ്റർ ഹോൾ സ്ക്വയർ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 256 സെന്റിമീറ്റർ സ്ക്വയർ ആണ് എന്ത്? ഏരിയ ഓഫ് എ സ്ക്വയർ. ഈ നെക്സ്റ്റ് എന്താണ്? ഏരിയ ഓഫ് എ ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? 1/2 ഇൻറ്റു ഇവിടെ ബേസ് എത്രയാണ്? 16 സെന്റിമീറ്റർ ആണ്. ആൻഡ് ഓൾസോ ഇവിടെ ഹൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഈ സ്ലാൻഡ് ഹൈറ്റ് ആണ്. സോ നമുക്കിവിടെ ഓൾറെഡി ഗീവൺ ആണ് എന്ത്? അത് 10 സെന്റിമീറ്റർ ആണ്. സോ നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. 16 സെന്റിമീറ്റർ ഇൻറ്റു ബേസ് എന്ന് പറയുന്നത് 16 ആണ്. 1/2 ഇൻറ്റു 16 ഇൻറ്റു 10. സോ 16 ഇൻറ്റു 10 സെന്റിമീറ്റർ. സോ നമുക്ക് എന്ത് കിട്ടി? ദാറ്റ് ഈസ് ഈക്വൽ ടു 80 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടി. സോ നമ്മുടെ ഏരിയ ഓഫ് എ സ്ക്വയർ 256 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടി. ഏരിയ ഓഫ് എ ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു 80 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടി. ഇനി ടോട്ടൽ ഏരിയ കാണണം. ദാറ്റ് മീൻസ് സർഫസ് ഏരിയ ഈസ് ഈക്വൽ ടു എന്തൊക്കെയാണ്? ഏരിയ ഓഫ് എ സ്ക്വയർ എന്ന് പറയുന്നത് 256 സെന്റിമീറ്റർ സ്ക്വയർ പ്ലസ് ഏരിയ ഓഫ് എ ട്രയാങ്കിൾ എന്ന് പറയുന്നത് 4 ഇൻറ്റു 80 സെന്റിമീറ്റർ സ്ക്വയർ. റീസൺ എന്താണ്? നമ്മളിവിടെ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ ആണ് കണ്ടുപിടിച്ചിട്ടുള്ളത്. പക്ഷെ ഇവിടെ 4 ട്രയാങ്കിൾസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 4 ഇൻറ്റു 80 സെന്റിമീറ്റർ സ്ക്വയർ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 256 സെന്റിമീറ്റർ സ്ക്വയർ പ്ലസ് 80 ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ 320 സെന്റിമീറ്റർ സ്ക്വയർ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? 576 സെന്റിമീറ്റർ സ്ക്വയർ നമുക്ക് വാല്യൂ. നമുക്ക് നെക്സ്റ്റ് എന്താ കണ്ടത്? നമ്മളിവിടെ ടോട്ടൽ സർഫസ് ഏരിയ കണ്ടു. ദാറ്റ് ഈസ് 576 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. ഇനി നമുക്ക് നെക്സ്റ്റ് എന്ത് കാണണം? ടോട്ടൽ നമ്പർ ഓഫ് ടോയ്സ് 500 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ കോസ്റ്റ് നമുക്ക് പെയിന്റ് ചെയ്യാണ്ട് ഈ 500 ടോയ്സിനെ പെയിന്റ് ചെയ്യാനുള്ള കോസ്റ്റാണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇനി നെക്സ്റ്റ് ഈ സർഫസ് ഏരിയനെ 500 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെയാണ് നമുക്ക് എന്ത് വാല്യൂ കിട്ടും? എത്ര സെന്റിമീറ്റർ സ്ക്വയർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ 500 ടോയ്സ് ഉണ്ടാക്കിയെന്നുള്ള വാല്യൂ കിട്ടും. സോ നമുക്ക് നെക്സ്റ്റിനെ അത് കാണാം. സോ നമുക്ക് നെക്സ്റ്റ് ഈ 500നെ 576നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 500 ഇൻറ്റു 576 സെന്റിമീറ്റർ സ്ക്വയർ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? 288,000 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടി.
So 500 into 576 centimeter square is equal to 288,000 centimeter square കിട്ടി. പക്ഷെ നമുക്കിവിടെ തന്നിട്ടുള്ളത് 1 മീറ്റർ സ്ക്വയറിന് കോസ്റ്റ് ചെയ്യുന്നത് 80 റുപ്പീസ് ആണ്. പക്ഷെ നമുക്കിവിടെ കിട്ടിയ വാല്യൂ സെന്റിമീറ്റർ സ്ക്വയറിലാണ്. പക്ഷെ നമുക്ക് തന്നിട്ടുള്ളത് മീറ്റർ സ്ക്വയറിനാണ് 80 റുപ്പീസ്. സോ നമുക്ക് ഈ സെന്റിമീറ്റർ സ്ക്വയറിനെ മീറ്റർ സ്ക്വയറിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ നമ്മളതെങ്ങനെ കൺവേർട്ട് ചെയ്യുക? ഈ 288,000നെ 10,000 വെച്ച് ഡിവൈഡ് ചെയ്യണം. സെന്റിമീറ്റർ സ്ക്വയറിന് മീറ്റർ സ്ക്വയറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ ഈ വാല്യൂനെ 10,000 വെച്ച് ഡിവൈഡ് ചെയ്യും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? 288,000 ഡിവൈഡഡ് ബൈ 10,000. സോ നമുക്ക് ഈ വാല്യൂ കട്ടാവും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? 28.8 മീറ്റർ സ്ക്വയർ ആവും. സോ കിട്ടിയ വാല്യൂ നമ്മൾ മീറ്റർ സ്ക്വയറിലേക്ക് കൺവേർട്ട് ചെയ്തപ്പോൾ നമുക്ക് കിട്ടി 20.8 മീറ്റർ സ്ക്വയർ കിട്ടി. ശരിക്കും ഈ വാല്യൂ എന്താണ്? ഈ 500 ടോയ്സിന് പെയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്ത സ്ക്വയർ പിരമിഡിന്റെ വാല്യൂ ആണ്. സർഫസ് ഏരിയ ആണ് എന്ത്? 28.8 മീറ്റർ സ്ക്വയർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കണം. നമുക്കറിയാം 1 മീറ്റർ സ്ക്വയറിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 80 റുപ്പീസ് ആണ്. അങ്ങനെയാണെങ്കിൽ 28.8 മീറ്റർ സ്ക്വയറിന്റെ കോസ്റ്റ് എത്രയായിരിക്കും? So total cost is equal to 28.8 into 80. So that is equal to എന്താണ്? 2304 rupees കിട്ടി. So total cost of painting 500 toys എത്രയെന്ന് കിട്ടി? 2304 rupees ആണ് കിട്ടി. സോ നമ്മൾ ഈ വീഡിയോയിൽ എത്രയൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യണം. താങ്ക് യു.